മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ രാത്രിയിൽ കഅബാലയത്തിൽ ഒരു നിലവിളി കേൾക്കുകയാണ്. പാതിരാത്രിയിൽ കഅബാലയത്തിൽ ഒരു നിലവിളി മുഴങ്ങുകയാണ്. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു അലിയാർ തങ്ങളുടെ പൊന്നുമോൻ ഹസൻ റളിയല്ലാഹു അൻഹു ഓടി വരുന്ന നിലവിളി കേട്ട ഭാഗത്തേക്ക് ഒരു സഹോദരൻ കിടന്ന് കരയുന്നുണ്ട്. കൈകാലുകൾ ഒടിഞ്ഞിട്ടുണ്ട്, രക്തത്തിൽ കുളിച്ച് കിടക്കുന്നുണ്ട്. നിങ്ങൾ ആരാണ്? ഞാൻ ഹസനാണെന്ന് പറഞ്ഞപ്പോ ആ കരഞ്ഞ് നിലവിളിക്കുന്നയാള് പറയുന്നുണ്ട്, മോനെ നിന്റെ ഉപ്പയെ വിളിച്ചു കൊണ്ടുവരുമോ? അലിയാരി തങ്ങളുടെ മോനല്ലേ, അലിയാരി തങ്ങളുടെ മോനല്ലേ, അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു കൊണ്ടുവരുമോ? മഹാനായ അലി റളിയല്ലാഹു അൻഹു വരികയാണ്. ഈ പ്രിയപ്പെട്ട സഹോദരനോട് എന്തു പറ്റിപ്പോയെന്ന് ചോദിക്കുമ്പോ ആ സഹോദരൻ പറയുകയാണ്, എനിക്കൊരു ഉപ്പ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എനിക്കൊരു ഉപ്പ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കേൾക്കണേ, പഠിക്കണേ, ചിന്തിക്കണേ പ്രിയപ്പെട്ടവര്, എനിക്കൊരു ഉപ്പ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉപ്പയെ ഞാൻ സ്നേഹിച്ചിരുന്നില്ല, ഉപ്പയെ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല, ഉപ്പ പറയുന്നതൊന്നും ഞാൻ അനുസരിച്ചിരുന്നില്ല. എന്റെ പ്രിയപ്പെട്ട ഉപ്പ എന്നോട് കാണിച്ച സ്നേഹത്തിന്റെ ഒരംശം പോലും ഞാൻ എന്റെ ഉപ്പാക്ക് പിരിച്ചു കൊടുത്തിട്ടില്ല. ഞാൻ ഉപ്പയെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്, ഞാൻ ഉപ്പയെ വല്ലാതെ സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ദിവസം കള്ളു കുടിച്ചു കൊണ്ടുവന്നിട്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉപ്പയെ തല്ലിയിട്ടുണ്ട് തങ്ങളെ. കഅബാലയത്തിന്റെ തുണി പിടിച്ച് കില്ല പിടിച്ച് നിലവിളിക്കുകയാണ്. ഞാൻ ഒരു ദിവസം മദ്യപിച്ചിട്ട് എന്റെ പ്രിയപ്പെട്ട പിതാവിനെ ഉപദ്രവിച്ചിട്ടുണ്ട് തങ്ങളെ. ആ ഉപ്പ നിലവിളിച്ചിട്ടുണ്ട്. എന്റെ ഈ കാലുകൾ കൊണ്ട് ഞാൻ എന്റെ ഉപ്പയെ ചവിട്ടി മെതിച്ചിട്ടുണ്ട്. അന്ന് ഒരു ദിവസം ഉപ്പ എന്നോട് പറഞ്ഞു, എടാ ദുഷ്ടനായ മകനെ, അല്ലാഹുവേ അത്തരമൊരവസ്ഥ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ, അത്തരമൊരവസ്ഥ ഞങ്ങൾക്ക് തരല്ല റബ്ബേ, ഞങ്ങൾക്ക് തരല്ല റബ്ബേ. ദുഷ്ടനായ മോനെ, നിനക്കെതിരെ അല്ലാഹുവിന്റെ കഅബാലയത്തിൽ പോയി ഞാൻ ശപിക്കുമെടാന്ന് വാപ്പ പറഞ്ഞു. എന്നിട്ട് വാപ്പ ഇറങ്ങിപ്പോയി. പിന്നെ 30 ദിവസത്തോളം എന്റെ വാപ്പ താമസിച്ചത് ഈ കഅബാലയത്തിലാണ് തങ്ങളെ. എന്റെ വീട്ടിലേക്ക് വന്നില്ല, പിന്നെ എന്റെ മുഖത്ത് നോക്കിയില്ല. കഅബാലയത്തിലാണ് ഉപ്പ താമസിച്ചത്. ഈ കഅബാലയത്തിന്റെ ഓരത്തിരുന്ന് എന്റെ പൊന്നാര ഉപ്പ എനിക്കെതിരെ അല്ലാഹുവോട് ദുആ ചെയ്തു തങ്ങളെ. ഉപ്പ ദുആ ചെയ്യുന്ന ഓരോ സെക്കൻഡിലും എനിക്ക് അപകടങ്ങൾ ഉണ്ടായി, എനിക്ക് രോഗങ്ങൾ ഉണ്ടായി, എന്റെ കാല് പഴുത്തുപോയി തങ്ങളെ. എന്റെ വാപ്പായ ചവിട്ടിയ കാല്, ചവിട്ടുന്ന കാല് പഴുത്തുപോയി തങ്ങളെ. വലിയ രോഗം വന്ന് ഞാൻ കിടപ്പായി പോയി തങ്ങളെ. എന്റെ കൂട്ടുകാരൊക്കെ വന്നു പറഞ്ഞടാ, നിന്റെ വാപ്പയുടെ പൊരുത്തക്കേടാണ്, നിന്റെ വാപ്പയുടെ ശാപമാണ്, നിന്റെ വാപ്പ കഅബാലയത്തിന്റെ മുമ്പിൽ പോയി ഹൃദയം പൊട്ടി കരഞ്ഞതാണ്, നീ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞപ്പോ ഒരാളുപ്പയോട് പോയി പറഞ്ഞുപ്പാ, നിങ്ങളുടെ മകൻ അവിടെ മരണമാസന്നമായി കിടക്കുകയാണ്, അവന്റെ ശരീരം പഴുപ്പിറക്കുകയാണ്, അവൻ എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റുന്നില്ല, അതുകൊണ്ട് നിങ്ങളൊന്ന് വരുവോ, ആ മോനൊന്ന് പൊരുത്തപ്പെട്ടു കൊടുക്കുമോ? എല്ലാം മറക്കുകയാണ്, ഒരു നിമിഷമെല്ലാം മറക്കുകയാണ്. എന്റെ മോനല്ലേ, ഞാൻ വളർത്തിയ മോനല്ലേ, ഞാൻ പ്രതീക്ഷിച്ച മോനല്ലേ. കഅബയിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോ തളർന്ന് കുളിച്ച് കിടക്കുന്ന, തളർന്ന് ക്ഷീണിച്ച് കിടക്കുന്ന മോനെ. മോൻ പറഞ്ഞുപ്പാ, മാപ്പാക്കണേ ഉപ്പ, പൊരുത്തപ്പെടണേ ഉപ്പ, അറിവില്ലാത്തത് കൊണ്ട് സംഭവിച്ച അഹങ്കാരമാണ്, അഫുവാക്കണമെന്ന് പറയുമ്പോ ആ മകനോട് പറയുന്നുണ്ട്, മോനെ കഅബാലയത്തിൽ പോയി നിനക്ക് പൊരുത്തപ്പെട്ടതെന്ന് ദുആ ചെയ്യാം. ഉപ്പ വന്ന കുതിരപ്പുറത്ത് മകനെ കൂടി എടുത്തു കയറ്റിയിട്ട് അല്ലാഹുവിന്റെ കാരുണ്യഗേഹത്തിന്റെ തിരുമുമ്പിലേക്ക് കടന്നു ചെല്ലുകയാണ്. ആ മകൻ പറയുന്നു, തങ്ങളെ കുതിരപ്പുറത്ത് വരുമ്പോ കുതിര ഒന്നിടറി, വാപ്പയുടെ ശാപമുള്ള എന്നെ ചുമക്കാൻ ആ കുതിരക്ക് പോലും മനസ്സ് വന്നില്ല നബിയേ. വാപ്പയുടെ ശാപമുള്ള എന്നെ ചുമക്കാൻ ആ കുതിരക്ക് പോലും കരുണ വന്നില്ല തങ്ങളെ. കുതിര ഒന്നിടറിയപ്പോ, കുതിരയൊന്നും പറഞ്ഞപ്പോ എന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ തല ഒരു വലിയ പടുകൂറ്റം പാറക്കല്ലിൽ ഇടിച്ചിട്ട് എന്റെ ഉപ്പ മരിച്ചുപോയി തങ്ങളെ.
അവിടം വരെ ഇഴഞ്ഞിഴഞ്ഞ് വഴിയോരത്തെ മണൽപ്പരപ്പുകളില് രക്തത്തുള്ളികളാക്കി എന്റെ ശരീരത്തിന്റെ നെഴുതാക്കി കഅബാലയത്തിന്റെ തിരുമുമ്പില് ഞാൻ വന്ന് കരയുന്നത് തങ്ങളെ, അവിടുന്ന് ദുആ ചെയ്യുമോ? അല്ലാഹു ഒന്ന് പൊരുത്തപ്പെട്ട് തരാൻ ദുആ ചെയ്യുമോ? അല്ലാഹു ഒന്ന് അഫ്വാക്കി തരാൻ ദുആ ചെയ്യുമോ? ആ പ്രിയപ്പെട്ട അലിയാർ തങ്ങൾ പറയുകയാണ്, കടന്നു വെക്കോ. അല്ലാഹുവിന്റെ കോപം കത്തി നിൽക്കുന്നവനെ, അല്ലാഹുവിന്റെ ദേഷ്യം കത്തി നിൽക്കുന്നവനെ, പടച്ചവന്റെ പൊരുത്തക്കേടിന്റെ തീഗോളപ്പിനകത്ത് കഴിയുന്നവനെ, നിന്റെ മുഖത്ത് നോക്കാൻ എനിക്ക് കഴിയില്ലെന്ന് പറഞ്ഞു മടങ്ങുമ്പോ അയാൾ പറയുകയാണ്, മരിക്കുന്നതിന് മുമ്പ് എല്ലാം എന്റെ ഉപ്പ എനിക്ക് പൊരുത്തപ്പെട്ട് തന്നിട്ടുണ്ട്, അതുകൊണ്ട് പിണങ്ങിപ്പോവല്ലേ, മാറ്റി നിർത്തല്ലേ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുകയാണ്, കരുണക്കടലായ റബ്ബേ, ഈ മനുഷ്യന് പൊറുപ്പ് കൊടുക്കല്ലോ. കഅബാലയത്തിന്റെ മുമ്പിൽ ആരംഭപ്പൂവിന്റെ തിങ്കൾ ഹൃദയം പൊട്ടിയപ്പോ ആ മനുഷ്യനതാ പുഞ്ചിരിച്ചുകൊണ്ട് കഅബാലയത്തിന്റെ ചോട്ടിൽ കിടന്ന് മരണപ്പെട്ടു എന്ന് ചരിത്രം രേഖപ്പെടുത്തുമ്പോ എന്റെ പുറക്കാട് കോഴിക്കോടിന്റെ മക്കളെ, അല്ലാഹു ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട പെൺകുടങ്ങളെ, ഉമ്മയെ സ്നേഹിക്കുന്നവരെ, ഉപ്പയെ പ്രിയം വെക്കുന്നവരെ, അവരെ പരിഗണിക്കണേ, അവരെ ഇഷ്ടം വെക്കണേ, അവരെ സ്നേഹിക്കണേ, അവരെ ബഹുമാനിക്കണേ, അവർക്ക് ആവശ്യമുള്ളതൊക്കെ ചെയ്തു കൊടുക്കണേ. ഉമ്മാന്റെ വാപ്പാന്റെ പേരിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ. ഉമ്മാന്റെ പേരിൽ വാട്സപ്പ് ഗ്രൂപ്പ്, വാപ്പാന്റെ പേരിൽ വാട്സപ്പ് ഗ്രൂപ്പ്. ഉമ്മയെ കാണാൻ പോലൊന്നുമില്ല. പെരുന്നാളാകുമ്പോ ഉമ്മാക്കൊരു ഈദ് മുബാറക്ക്, വാപ്പാക്കൊരു ഈദ് മുബാറക്ക്. അങ്ങനല്ല, പൈസ കൊടുത്തതുകൊണ്ട് കാര്യമില്ല. ഉമ്മാക്ക് എല്ലാ മാസവും ഇത്ര രൂപ ഞാൻ കൊടുക്കുന്നുണ്ട് മൈലേരെ. എന്തിനാണ് പൈസ? ആർക്ക് വേണം പൈസ? ഉമ്മയൊന്ന് തൊടണം, ഉമ്മയുടെ തലയൊന്ന് ചീകി കൊടുക്കണം, ഉമ്മയുടെ നഖമൊക്കെ നോക്കണം, വെട്ടിയിട്ടുണ്ടോ, ഉമ്മക്ക് മുത്തം കൊടുക്കണം, ഉമ്മയെ ചേർത്ത് പിടിക്കണം. അങ്ങനെ പിടിച്ച ഉമ്മമാർക്ക് ഒരു അസുഖമില്ലെന്ന്. മക്കള് സ്നേഹത്തോടെ ചേർത്ത് വെച്ച ഉമ്മമാർക്ക് ഒരു പ്രയാസമില്ല, അത്ര പരിഗണന. ഞാൻ ഉദാഹരണം പറയാം. സ്നേഹസാഗരത്തിൽ നിങ്ങൾ ഏതെങ്കിലും കാലത്ത് വന്നാൽ, വരുമോ എന്നൊന്നും എനിക്കറിയില്ല, വന്നാൽ തമീം സാഹിബിനോട് എനിക്കുള്ള വല്ലാത്ത സ്നേഹം ഞാൻ എപ്പോഴും പറയുന്നത് എന്തുകൊണ്ടെന്നറിയോ? അദ്ദേഹം കഴക്കൂട്ടത്ത് അൽസാജിൽ ഒരു വലിയ മുതലാളിയുടെ കല്യാണത്തിന് വന്നു. ഞാൻ നാട്ടിലില്ല. അപ്പൊ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ തിരുവനന്തപുരത്തുണ്ട്. ഞാൻ പറഞ്ഞു എന്തായാലും സ്നേഹസാഗരം കാണണം. ഒറ്റ വാക്ക് പറഞ്ഞു. അവിടുന്ന് ടാക്സി വിളിച്ച് സ്നേഹസാഗരത്തിൽ വന്ന് കണ്ടു. അവിടുത്തെ രോഗികളെ കണ്ടു. ആടിനെ വാങ്ങി അറുത്ത് അറവ് നടത്തി അവിടെ മട്ടൻ ബിരിയാണി വെച്ച് കൊടുക്കാൻ പറഞ്ഞു. എന്തിനാണ്? മട്ടൻ ബിരിയാണി വെച്ച് കൊടുത്തു. ആർക്ക്? അവിടുത്തെ രോഗിക്ക്. എല്ലാവരും ഇന്നത്തെ ദിവസം ഞാൻ അൽസാജിൽ നിന്ന് കഴിച്ച ഫുഡ് കഴിക്കണമെന്ന് തീരുമാനിച്ചു അദ്ദേഹം. അതുകൊണ്ടാണ് ഈ സ്നേഹം. സ്നേഹസാഗരത്തെ നിങ്ങൾ സ്നേഹിച്ചു നോക്ക്. നിങ്ങളെ ഞാൻ സ്നേഹിക്കും, നിങ്ങളെ പേര് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. ഇല്ലെങ്കിൽ വലിയ പാടാണ്. കാരണം എന്നറിയോ? സ്നേഹസാഗരം ഒരു ബറക്കത്തിന്റെ കേന്ദ്രമാണ്. മാസം 7 ലക്ഷം രൂപ ചിലവ് എങ്ങനെ നടന്നു പോകുന്നു എന്ന് എനിക്കറിയില്ല പ്രിയപ്പെട്ടവരെ. എല്ലാ 11-നും എൻ്റെ പ്രിയപ്പെട്ട ആറ്റപ്പൂവിൻ്റെ പൊരുത്തത്തോടെ നടത്തുന്ന മജ്‌ലിസുന്നൂർ, അത് കഴിഞ്ഞ് സ്റ്റാഫൊക്കെ ശമ്പളം കൊടുക്കുമ്പോൾ ഓഫീസിൽ പൈസ ഇല്ലാണ്ടിരിക്കൂല, ട്രസ്റ്റ് അക്കൗണ്ടിൽ പൈസ ഇല്ലാണ്ടിരിക്കൂല. ഇവിടുന്നാ വരുന്നത്, എങ്ങനെയാ നടക്കുന്നത് ഒന്നും വല്ലാഹി റബ്ബ് സത്യം ഈ സദസ്സിനെ സാക്ഷിയാക്കി, പള്ളിയെ സാക്ഷിയാക്കിയാൽ എനിക്കറിയില്ല. അത് അള്ളാന്റെ തർത്തീബാണ്. അത് നിലനിന്ന് പോകാൻ, അത് നടന്നു പോകാൻ നിങ്ങൾ ദുആ ചെയ്യണം. എനിക്കല്ലാതെ എനിക്ക് നിങ്ങൾ പറഞ്ഞ പോലെ അങ്ങനെ ബിസിനസ്സുകാരെ സോപ്പിടാൻ അവരെ കൂടെ ഒന്നിനും എനിക്കറിയില്ല. എനിക്ക് ആകെയുള്ള ഈ സ്നേഹവും കണക്ഷനൊക്കെ ഇവരങ്ങനെ ഇടപെടുന്നത് കൊണ്ടാണ്. ഇവർ പണത്തിന്റെ ഒരു ഗർവ് കാണിച്ചാൽ ഞാനതിന്റെ പിന്നാലെ ഞാൻ പോവില്ല. അതിന് നേരെയുള്ള ആളും ഇഷ്ടമുള്ള ആളും അല്ല. പക്ഷെ അവരൊക്കെ അത്ര ഇഷ്ടത്തിൽ ഇൽമിനെ ബഹുമാനിച്ചുകൊണ്ടാണ് നമ്മളോട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാം, നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയണം. നമ്മളെ കൊണ്ട് ചെയ്യാം. അവിടുത്തെ സ്നേഹസാരത്തിൽ വന്നാൽ അവിടുത്തെ ഉമ്മമാരുടെ അസുഖത്തിന്റെ കാരണം ഡോക്ടർമാർ പറഞ്ഞെന്തെന്നറിയോ? അവിടെ വരുന്ന ആഴ്ചയിൽ 2 ദിവസം വന്ന് നോക്കി പോകുന്ന 2 ഡോക്ടർമാരുണ്ട്. അവരെന്നോട് ഫോണിലൂടെ പറഞ്ഞാണ്, ബാക്കോയി ഇവിടെ കിടക്കുന്ന ഉമ്മമാരുടെയൊക്കെ ഈ ആരോഗ്യ പ്രശ്നത്തിന്റെ കാരണം ബ്ലീഡിംഗ് ഉള്ളവരുണ്ട്. മലദ്വാരം പുറത്തു വരുന്ന ഒരു ഉമ്മയുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ശിഫ കൊടുക്കട്ടെ. കുറച്ചു നേരം നടക്കുമ്പോൾ, ഒരു 3 മിനിറ്റ് നടക്കുമ്പോൾ മലദ്വാരം പുറത്തു വരികയാണ് അകത്തുനിന്ന്. പിന്നെ അവർക്ക് നടക്കാൻ പറ്റില്ല, അവർ കുനിഞ്ഞവിടെ ഇരിക്കും. പ്രത്യേക ചികിത്സ ഒന്നുമില്ല. നമ്മളതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നല്ല സലാത്തുള്ള ബൈത്തൊക്കെ ചെല്ലുന്ന ഒരു ഉമ്മയാണ്. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ആ പ്രിയപ്പെട്ട ഉമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ അവിടുത്തെ സ്റ്റാഫ് പറയാണ്, ഉസ്താദേ അവരുടെ നിലവിളി കണ്ടു നിൽക്കാൻ പറ്റൂല, ഭയങ്കര പ്രയാസമാണ്.
ഇങ്ങനെ ഓരോ രോഗികളെ കുറിച്ച് ഡോക്ടർ പറഞ്ഞ എന്താണെന്നറിയോ? അവർക്ക് മക്കളുടെ സ്നേഹം കിട്ടിയിട്ടില്ല, ഭർത്താവിന്റെ സ്നേഹം കിട്ടിയിട്ടില്ല, ആരുടെയും പരിചരണം കിട്ടിയിട്ടില്ല. ഒരെണ്ണം പ്രസവിക്കുക, അതിന് പാല് കൊടുക്കുക, അടുത്ത ഗർഭിണിയാവുക, ഭർത്താവിന്റെ ചവിട്ടുകൊള്ളുക, വളർന്ന മക്കള് ഉമ്മയെ വേദനിപ്പിക്കുക. ഈ മാനസിക സംഘർഷം, ഈ മാനസിക ടെൻഷൻ, അടുക്കളയിൽ എങ്ങനെ കിടക്കുക, വിറകിങ്ങനെ ഊതുക, ഇത് തന്നെ ഒരു പോഷകാഹാരം, ഒരു നല്ല ഭക്ഷണം കഴിക്കാത്ത ഉമ്മമാർ. ഇന്നവർക്ക് ബിരിയാണിയും ഭക്ഷണമൊക്കെ ധാരാളം ഉണ്ടെങ്കിലും അവരെ നല്ല സമയത്ത് അവർക്ക് രുചികരമായ ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കും ലോകത്ത് ഇഷ്ടമുള്ളത് നമ്മൾ വാങ്ങിക്കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിച്ചാൽ മതി. ഉമ്മാട് ചോദിക്കണം, ഉമ്മാക്ക് ഇഷ്ടമുള്ള എന്താ, ഉമ്മയുടെ ആഗ്രഹം എന്താ, വണ്ടി കയറ്റണം, നിന്റെ വിലപിടിപ്പുള്ള കോടികളുടെ വണ്ടിയിൽ ഉമ്മായ ഫ്രണ്ടിലിരുത്തണം, കൊണ്ടുപോകണം. എവിടെയാണ്? കോഴിക്കോട് ഏത് ഹോട്ടലാണ് വേണ്ടത് ഉമ്മാക്ക്? ചിലപ്പോൾ ഉപ്പാന്റെ കൂടെ പണ്ട് സാഗർ ഹോട്ടലിൽ പോയതും പാരഗനിൽ പോയതൊക്കെ പറയും. അതൊക്കെ പഴയ പേരുള്ള ഹോട്ടലല്ലേ, ചിലപ്പോൾ അതൊക്കെ പറയും. എവിടെയാണ് ഉമ്മാക്ക് പോകേണ്ടത്? ഉമ്മാക്ക് എന്താ വേണ്ടത്? എന്താ വേണ്ടത്? ഏത് മോഡൽ ചെരുപ്പ് വേണോ, തട്ടം വേണോ, വള വേണോ, മാല വേണോ? സ്വർണത്തിന് എത്ര കോടിയാവട്ടെ, 1 പവന് 1.5 കോടിയാവട്ടെ, ഉമ്മ ചോദിക്കാണ് 10 പവൻ വേണം മോനെ എന്ന് പറഞ്ഞാൽ 10.5 കോടി കൊണ്ടത് വാങ്ങിക്കൊടുക്കാൻ അതിന് മകൻ തയ്യാറാവണം. അവിടെ സ്വർണത്തിന് വിലയാണുമ്മന്നല്ല പറയേണ്ടത്, അതിന് തയ്യാറാവണം. ഉമ്മമാര് കഴിച്ചിട്ട് നീ കഴിച്ചാ മതി, ഉമ്മമാര് സുഖിച്ചിട്ട് നീ സുഖിച്ചാൽ മതി. നിങ്ങൾ ചെയ്യണം. ഇതിന്റെ കൂട്ടത്തിൽ മക്കളെ വെറുക്കുന്ന ഉമ്മമാരുണ്ട്, പക്ഷപാതം കാണിക്കുന്ന ഉമ്മമാരുണ്ട്. അതെന്റെ വിഷയത്തിൽ ഇപ്പൊ പറയാൻ പറ്റിയതല്ലാത്തതുകൊണ്ട് ഞാൻ ഒഴിവാക്കാണ്. അത് മറ്റൊരു തരത്തിൽ പറയേണ്ടതാണ്. ഉപ്പയും അങ്ങനെ തന്നെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്, മക്കളുടെ സ്നേഹം കാണാത്തവരും അവരെ തമ്മിലടിപ്പിക്കുന്നവരും അവർക്കിടയിലേക്ക് അസൂയയോടുകൂടി പെരുമാറുന്നതായ ഉമ്മമാര് വാപ്പമാരുണ്ട്. അത് വലിയ വിഷമാണ്. അതിനെക്കുറിച്ച് ഒരുപാട് കഥനകഥയുള്ള ചരിത്രങ്ങളൊക്കെ പറയാനുണ്ട്. അത് ഇന്നത്തെ വിഷയത്തിലില്ല, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷെ നിങ്ങൾ അല്ലാഹുവെ ഏറ്റെടുക്കണം, നിങ്ങൾ സ്നേഹിക്കണം, നിങ്ങൾ അവർക്ക് വേണ്ടി ജീവിക്കണം. നാളെ ഒരു സമയത്ത് എന്റെ പ്രിയപ്പെട്ട ഭാര്യ പ്രസവിച്ച് കിടന്നപ്പോ ഞാൻ ഈ നല്ല പോഷകാഹാരം കൊടുക്കാത്തത് കൊണ്ടാണ് അവൾക്ക് ഈ ഗർഭാശയത്തിൽ ഈ രോഗം വന്നിരുന്ന ഡോക്ടർ പറയാൻ പാടില്ല. നിന്റെ ഭാര്യക്ക്, നിന്റെ പെങ്ങളെ കല്യാണം നടത്തിക്കൊടുത്താൽ പെങ്ങളുടെ ഭർത്താവ് അവരുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായി നോക്കുന്നുണ്ടോ എന്ന് സഹോദരനായ നീ പരിശോധിക്കണം. പെങ്ങളോട് രഹസ്യമായിട്ട് ചോദിക്കണം. ചില പെങ്ങന്മാരുണ്ട്, ഒന്നുമില്ലടാന്നേ പറയും. എല്ലാ സഹോദരന്റെ ഊറ്റിക്കൊണ്ടു പോകാൻ വേണ്ടി ഇരിക്കണ പെങ്ങന്മാരുണ്ട്. പക്ഷെ അതൊന്നും അല്ലാതെ ആത്മാർത്ഥമായി പറയുന്ന പെങ്ങന്മാരുണ്ട്. അത് അന്വേഷിക്കണം. സഹോദരന്റെ കടമയാണ്, ബാധ്യതയാണ്. സഹോദരിമാർക്ക് പെട്ടെന്ന് അസുഖം വരും. അവരെ ശാരീരിക പ്രക്രിയ അങ്ങനെയാണ് അള്ളാഹു പടച്ചിരിക്കുന്നത്. അതിനെ പളുങ്കുപോലെ നോക്കണം. അതുകൊണ്ടല്ലേ അഞ്ചശാ റളിയല്ലാഹു അൻഹു കുതിരപ്പുറത്ത് ഭാര്യ ഇരുത്തിയിട്ട് പറന്നു പോകുമ്പോ വഴിയിൽ കൈ കാണിക്കുകയാണ്. ആരാണ്? അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. വാക്കിൽ വന്ദനമോതും ഹാല്, നോക്കിൽ സുന്ദര തേനും പാല്, ഹക്കിലലിഞ്ഞൊരു സ്വർഗച്ചേല്, ചേലെല്ലാം ചേരാൻ വെമ്പും ചെമ്മാനം പോൽ ചുണ്ടതിലെങ്കും ചെല്ലുന്നോ ചൊല്ലും നല്ല ജന്നാത്തിൻ മുല്ല. സ്നേഹിച്ചാലുടനെത്തി ഹൃദയത്തെ പുണരുന്ന നോവിക്കാനറിയാത്ത തിരുദൂതരേ, മോഹിച്ചാലുടനെത്തി മനസ്സിനെ പുണരുന്ന ദ്രോഹിക്കാനറിയാത്ത മഹ്മൂദരേ. സ്നേഹമുള്ള നബി, സ്നേഹമുള്ള തിരു റസൂൽ കൈ കാണിച്ച് നിർത്തിയിട്ട് പറയാണ്, വണ്ടി നിർത്തൂ, ഇറങ്ങൂ. പുറകിലിരിക്കുന്നത് പളുങ്കു പാത്രമാണ് മോനെ, ഇങ്ങനെ കൊണ്ടു നടന്നത് പൊട്ടിച്ച് കളയരുതെന്ന് ത്വാഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയ്ക്ക് സൂക്ഷിക്കണമെന്നാണ്. ആ ശരീരത്തെ അത്രത്തോളം ബഹുമാനിക്കണമെന്നാണ് ലോകത്തിന്റെ തിരുദൂതർ പെങ്ങളെ നിന്നെ കുറിച്ച് പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ട് നാം അവരെ വേണ്ട പോലെ പരിഗണിക്കണം, എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണം. നമ്മുടെ കുടുംബത്തിൽ ഒരു സ്ത്രീയും കരയാൻ പാടില്ല, ഒരു ഉപ്പയും വേദനിക്കാൻ പാടില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഭാര്യയെയും മകനെയും ഇന്നത്തെ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒന്നുമില്ലാത്ത വനാന്തരമാകുന്ന മക്കയിൽ കൊണ്ടാക്കിയിട്ട് പോകുമ്പോ ആ മകന് ഏത് കാലം വരെയാണോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ളത് ആ കാലം അത്രയും ഉമ്മ ആരെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു? ഉപ്പായെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. എൻ്റെ ഉപ്പ നിസാരക്കാരനല്ല, പ്രവാചകനാണ്, ഉപ്പാക്ക് വേണ്ടി ഉപ്പാക്ക് സ്നേഹം കൊടുക്കണം, ഉപ്പാക്ക് പ്രാർത്ഥിക്കണം. അങ്ങനെ ഇതൊരു സൈക്കോളജിയാണ്. ഉമ്മ ഉപ്പായെക്കുറിച്ച് മോനോട് പറഞ്ഞു കൊടുക്കണം, മോളോട് പറഞ്ഞു കൊടുക്കണം. ഉപ്പ ഉമ്മായെക്കുറിച്ച് മക്കളോട് പറഞ്ഞു കൊടുക്കണം. ഉപ്പ ഇല്ലാത്തപ്പോൾ, ഉപ്പ ജോലിക്ക് പോയി, അപ്പോൾ മക്കളോട് ഉമ്മ വിളിച്ച് പറയണം, മക്കളെ ഉപ്പ പോയിട്ടുണ്ട്, നിങ്ങളുടെ ജീവിതം ഉപ്പാക്ക് സങ്കടത്തിലാവരുത്,
നിങ്ങളുടെ ജീവിത ഉപ്പാക്ക് നൊമ്പരത്തിലാവരുത്. ഇന്നലെ ഒരു ഉമ്മ കാസർഗോഡ് നിന്ന് വിളിച്ചു, കരച്ചിലോടെ കരച്ചിലാണ്, ഒറ്റ അക്ഷരം മിണ്ടുന്നില്ല, തേങ്ങിക്കരയാണ്. ഞാനും നല്ല തിരക്ക് നിൽക്കുന്ന സമയം, പക്ഷെ കട്ട് ചെയ്താൽ ഈ സങ്കടം നമ്മൾ കാണാതിരുന്ന വിഷമല്ലേ. എന്തെങ്കിലും ദ്വാവസീയത്തായിരിക്കും. എന്നോട് പറയാണ്, എൻ്റെ അനുജത്തി എൻ്റെ മകൻ സിഗരറ്റ് വലിക്കുന്നത് കണ്ടു, എൻ്റെ മകൻ സിഗരറ്റ് വലിക്കുന്നത് കണ്ടു. അതെന്നോട് വിളിച്ച് പറഞ്ഞത് മുതൽ എൻ്റെ നെഞ്ച് നീറ്റലാണ് ഉസ്താദെ. ആലോചിച്ച് നോക്ക്. എൻ്റെ ഭർത്താവ് ഇതറിഞ്ഞാൽ അയാൾ ഇപ്പോൾ ഫ്ലൈറ്റ് കയറി വരും. അത്രയ്ക്ക് ആ കുടുംബം ദീനുള്ള കുടുംബമാണ്, ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. പുറത്തു പോകുന്ന ഉപ്പയെ കുറിച്ച് മക്കളോട് ഉമ്മ പറഞ്ഞു കൊടുക്കണം. മക്കളെ, ഉപ്പ ഇല്ലെങ്കിൽ ഒന്നുമില്ലടാ, ഉപ്പായാണെല്ലാം. നിങ്ങൾ ഉപ്പായെ കരയിപ്പിക്കരുത്, ഉപ്പായെ സങ്കടത്തിലാക്കരുത്, നിങ്ങൾ കൂടെ നിൽക്കണം. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പൊന്നുമോനോട് പറഞ്ഞു കൊടുത്തു, മോനെ ഇന്നി അറാഫിൽ മനാം അന്നി അദ്ബഹുക്, നിന്നെ ഞാൻ കഴുത്തറവ് നടത്തുന്നതായി സ്വപ്നത്തിലൂടെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട പൊന്നുമോനൊന്നും ചിന്തിച്ചില്ല. തന്റെ ഉപ്പ ആരാണെന്ന് മോനറിയാം. ഉമ്മ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, സതജിദുനീ ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ചെയ്തോളൂ ഉപ്പ, നാളെ അള്ളാന്റെ സ്വർഗത്തിൽ നമുക്ക് ക്ഷമയുള്ളവരുടെ കൂട്ടത്തിൽ കണ്ടെത്താം, ഒരുമിക്കാം. അങ്ങനെ പറഞ്ഞു എന്നാണ്. അപ്പൊ എല്ലാ പ്രതിസന്ധികളിലും മക്കൾ കൂടെ നിൽക്കണമെങ്കിൽ ഉമ്മ ഉറങ്ങിക്കിടക്കുമ്പോ മക്കളോട് ഉപ്പ പറഞ്ഞു കൊടുക്കണം, മക്കളെ ഉമ്മയെ കരയിപ്പിക്കല്ലേ. ഉമ്മ ഈ കിടന്ന് നാവിട്ടടിക്കുന്നതും ബഹളം വെക്കുന്നതൊക്കെ നിങ്ങൾ നന്നാവാനാണ്. ഉമ്മ ദേഷ്യപ്പെടുമ്പോൾ നിങ്ങൾ ഉമ്മയെ വറുക്കരുത്, ഉമ്മയെ കണ്ണീര് വീഴ്ത്തരുത്. ഉമ്മ തീർന്നാൽ, ഉമ്മ ശപിച്ചാൽ, ഉമ്മ കരഞ്ഞ മക്കളെ നമ്മൾ ഭസ്മമായി പോവും. ഇതാരാ പറഞ്ഞു കൊടുക്കേണ്ടത്? വാപ്പയാണ്. ഇങ്ങനെ വാപ്പയും ഉമ്മയും ഒരുമിച്ച് മക്കളെ സംസ്കരിച്ചെടുക്കണം, ശുദ്ധമാക്കിയെടുക്കണം. കരയുമ്പോൾ മൊബൈൽ കൊടുത്ത് ശീലിപ്പിക്കരുത്, മോശമായ രീതിയിൽ ആ സിസ്റ്റത്തിൽ വളർത്തരുത്. മുട്ടിന് താഴെയുള്ള, മുട്ടിന് മുകളിലുള്ള ഫ്രോക്ക് ഇട്ട് 5, 6, 7, 8 വയസ്സായാലും ഇങ്ങനെ തെണ്ടാൻ കൊണ്ട് നടക്കുന്ന സ്വഭാവം ഈ ഉമ്മത്തിലെ ഉമ്മയും വാപ്പയും അവസാനിപ്പിക്കണം. മോള് റീൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് മുമ്പിൽ നിന്ന് ഡാൻസ് കളിക്കുമ്പോ വാപ്പ, നാണമില്ലാത്ത വാപ്പ മൊബൈൽ കൊണ്ട് വീഡിയോ എടുത്തിട്ട് ഒന്നുകൂടി കുലുങ്ങട്ട മോളെ എന്ന് പറയുന്ന സംസ്കാരം കെട്ട ആ വൃത്തികെട്ട വർത്തമാനം നമ്മുടെ ഉമ്മമാർ ഒഴിവാക്കണം. ഇന്ന് കണ്ടില്ലേ എത്ര സ്ഥലത്താണ് മാതാപിതാക്കളെ നിസ്സാരമായിട്ട് കാണാണ്, ചവിട്ടുന്നു, അടിക്കുന്നു, ഒരു പ്രശ്നമില്ല അതിലൊന്നും അവർക്ക്. സ്നേഹസാഗരത്തിലേക്ക് ഏതെങ്കിലും മക്കള് എൻ്റെ ഉപ്പയാക്കാൻ, എൻ്റെ ഉമ്മയാക്കാൻ ഞങ്ങളങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചാൽ അവൻ ജീവിതത്തിൽ പിന്നെ വേറൊരാളോട് ആ വിഷയം പറഞ്ഞ് ഫോൺ വിളിക്കൂല. സ്നേഹസാഗരം അതിന് പോലീസുകാരുടെ സപ്പോർട്ടുണ്ട്, രാഷ്ട്രീയക്കാരുടെ സപ്പോർട്ടുണ്ട്, കുറച്ച് ഗുണ്ടകളുടെ സപ്പോർട്ടുണ്ട്. കാരണം എന്താ, ഇങ്ങനെയുള്ള നന്ദി കെട്ടവന്മാരെ കൈകാര്യം ചെയ്യാൻ നമുക്ക് ആളുകൾ വേണം. എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട് ഈ ഇതുണ്ടല്ലോ, നമ്മുടെ ഈ ചട്ടുകം പഴിപ്പിച്ച് ശരീരത്ത് വെച്ച, പണ്ട് മക്കളെയാണ് ഉമ്മമാരെങ്ങനെ ചെയ്യുക, മക്കൾ തിരിച്ചു ചെയ്ത ഉമ്മയെ എനിക്കറിയാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മക്കളെ ദീൻ പഠിപ്പിക്കുക.